ഞാൻ കണ്ട അമേരിക്കയിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകും. എൻ്റെ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തോട്ടിറങ്ങി. ഇവിടെ നോക്കിക്കേ, ഇവിടെ വീടുകളെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകളും തടിയാണ്. ഞാൻ ആ സ്റ്റെപ്പേ കൂടെ സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങുക. ഈ തടി സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ പൊളിഞ്ഞു പോവുകയില്ലേ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു മഴ കഴിയുമ്പം ഇതൊക്കെ പൊളിഞ്ഞ് ദ്രവിച്ചു പോകും. എന്നാൽ ഇവിടുത്തെ വീടുകളെല്ലാം നോക്കിക്കേ, ചുറ്റുപാടുമുള്ള വീടുകൾ ഇതെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ട് നിർമ്മിച്ചിട്ട് അതിന് പുറത്ത് PVC കൊണ്ടുള്ളൊരു ഒരു ഫിക്സിങ്, അതിന് പുറത്ത് PVC കൊണ്ടുള്ളൊരു ഫിക്സിങ് അങ്ങ് തീർത്തിരിക്കുകയാണ്. അമേരിക്കയിൽ ഈ പ്രദേശങ്ങളിലൊന്നും അധികം മഴയില്ല. ഞാനീ താമസിക്കുന്നത് ഒരു ചെറിയ റെസിഡൻഷ്യൽ കോളനിയാണ്. അവിടെ ഒരു 200 വീടുകളുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ പ്ലോട്ടിൽ ഉള്ള വീടാണ്. ആ വീട് 2ഓ 3ഓ നിലയിൽ വെച്ചാണ് ആ വീട്. അതിൽ ഓരോ നിലയിലും ഓരോരുത്തരാണ് പാർക്കുന്നത്. ഇതിവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഈ വീടുകൾക്കും അതിൻ്റെ പ്ലോട്ടുകൾക്കൊക്കെ നോക്കിയേ, മതിലുകളൊന്നുമില്ല കേട്ടോ. അമേരിക്കയിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ 4 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും നമ്മളതിന് ചുറ്റും ഒരു മതിൽ തീർക്കാറുണ്ട്. ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് അധിക കാലമായില്ല കേട്ടോ. ഒരു ചെറിയ ജോലി എനിക്ക് അമേരിക്ക കിട്ടി. അന്നേരം പിന്നീട് ഞാൻ പറയാം അതെങ്ങനെ കിട്ടിയത് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അന്നേരം ഇവിടുത്തെ സ്ഥലങ്ങളും എനിക്ക് പുതുമയാണ്. മെയിൻ റോഡിന് ഏകദേശം അടുത്താണ് ഞാൻ ഈ വാടകയ്ക്കെടുത്ത് പാർക്കുന്ന വീട്. ഇവിടെ അധികം നടക്കാതെ തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ തൊട്ട് അടുത്ത് ഒരു സ്ഥാപനം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. നിങ്ങളതിൻ്റെ റോഡ് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ റോഡും സിഗ്നലും ഒക്കെയാണ് കാണുന്നത്. അവിടെ ഈ സ്ഥാപനത്തിൻ്റെ ബോർഡ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കട്ടെ. സ്ഥാപനത്തിൻ്റെ ബോർഡ് വൈകിട്ട് 6:45 എങ്കിലും നല്ല വെയിലാണ്. സ്ഥാപനത്തിൻ്റെ ബോർഡ് നിങ്ങൾ നോക്കിക്കേ. അത് IHOP ഇത് കാണുമ്പം ഹോപ്പ് എന്ന് പറയുമ്പം HOP ഉള്ളൂ. ഹോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രത്യാശയുടെ സ്ഥലമാണെന്ന് വിചാരിക്കും. സൂര്യപ്രകാശം വളരെ ഉണ്ട് കണ്ട്. അതിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് IHOP. എന്നാൽ ഇതൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഈ IHOP ഒരു റെസ്റ്റോറൻറ്റ്. ഈ IHOP എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഇൻ്റർനാഷണൽ ഹൗസ് ഓഫ് പാൻകേക്സ്. ഇൻ്റർനാഷണൽ ഹൗസ് ഓഫ് പാൻകേക്സ്. നമ്മൾ വീട്ടിൽ പാൻകേക്ക് ഉണ്ടാക്കുമല്ലോ. ഇച്ചിരി മൈദ എടുത്ത് കലക്കി അധികം വെള്ളം ഒഴിക്കാതെ ചില പഞ്ചസാര ഒരു മുട്ടയൊക്കെ അടിച്ച് കുഞ്ഞുങ്ങൾക്ക് പാൻകേക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ആ പാൻകേക്കാണ് ഇവിടെ. വിവിധതരം പാൻകേക്കുണ്ട്. പാൻകേക്ക് മാത്രമല്ല, അതോട് ചേർന്നുള്ള ഓംലെറ്റ്,
ഇറച്ചി കൊണ്ടുള്ള മറ്റ് വിഭവങ്ങൾ ഇതെല്ലാം കൂട്ടി ആണ് നമുക്ക് അവിടെ മെനു അനുസരിച്ച് നമ്മളിത് വാങ്ങി കഴിക്കുന്നത് കേട്ടോ. അന്നേരം പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വളരെ അധികം ആളുകൾ കാറിൽ വന്നിറങ്ങും. ചിലർ ബ്രഞ്ചെന്ന് പറയും. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയ്ക്കുള്ള സമയത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ടൊക്കെ ഇവിടെ കഴിക്കും. ഒരു ദിവസം ഞാനും ഇവിടെ കയറി ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഒരു ഓംലെറ്റും ഇവിടെ ഒരു പാൻ കേക്കും, അതിൻ്റെ കൂടെ മറ്റ് സാലഡുകളും ഒക്കെ ലഭ്യമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇൻ്റർനാഷണൽ ഹൗസ് ഓഫ് പാൻ കേക്ക്. നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നുമൊന്നും അവിടെ എൻ്റെ ശമ്പളം കൊണ്ടൊന്നും എന്നുമൊന്നും അവിടെ പോയി കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര രുചികരമായ വിഭവമാണ് അവിടെ കിട്ടുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ സ്ഥലം വെർജീനിയ എന്ന് പറയുന്നതാണ്. വെർജീനിയ ന്യൂയോർക്കും വാഷിങ്ടണും സാൻ ഫ്രാൻസിസ്കോയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ വളരെയധികം ഇന്ത്യക്കാരും മലയാളികളുമുണ്ട്. എന്നാൽ ഇവിടെ ഈ വെർജീനിയ സംസ്ഥാനത്ത് ഇന്ത്യക്കാർ വളരെ കുറവാണ്. മലയാളികളെ ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഞാനിവിടെ ഒരു 3 മാസമായി, എങ്കിലും ആരെയും കണ്ടിട്ടില്ല ഇവിടെ. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും ഇതൊരു കുറച്ചുകൂടെ ഒരു എന്നാ പറയുന്നത്, ഒരു സൈലൻ്റ് എന്ന് പറഞ്ഞ ഉള്ളൊരു സ്ഥലമാണ്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ന്യൂയോർക്കും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടവും വളരെ ബിസി ആയിട്ടുള്ളതൊക്കെയല്ലേ നാം കാണുന്നത്. ഇവിടെ അത്രത്തോളമുള്ള തിരക്കില്ല. എന്നാൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതൊരു നിർണായകമായ ഒരു സ്റ്റേറ്റായിരുന്നു. അതുകൊണ്ട് ഇതിന് വളരെ പഴയകാല ചരിത്രങ്ങളുമുണ്ട്. ഇവിടെ സാധാരണ ഒരു സ്ഥാപനം തന്നെ നടത്താറില്ല, അനേക സ്ഥാപനങ്ങൾ ഒന്നിച്ചാണ് നടത്തുന്നത്. നോക്കിയേ, അങ്ങോട്ട് നോക്കിക്കേ, അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. പെറ്റ് സ്മാർട്ട് പെറ്റ്സ് അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ. ഇവിടെ പട്ടിയെ വളർത്തുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ. എല്ലാ വീട്ടിലും പട്ടികളുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനേക്കാളും വളരെ പ്രാധാന്യമായിട്ടാണ് പട്ടികളെ വളർത്തുന്നത്. അങ്ങനെ പട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമാണ് ഈ പെറ്റ് മാർട്ട്. അതിനെ കൊണ്ടുവന്ന് അതിൻ്റെ നഖം വെട്ടുകയും അതിൻ്റെ പൂട വെട്ടുകയും അതിനെ മസാജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആ പെറ്റ് മാർട്ട്. ആ പെറ്റ് മാർട്ട് ഞാനീ നടക്കുന്ന വഴിയുടെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. പെറ്റ് സ്മാർട്ട് കണ്ടോ, അതാ പെറ്റ് സ്മാർട്ട്. മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് ശരിക്ക് കാണാൻ പറ്റില്ല. കണ്ടോ, പെറ്റ് സ്മാർട്ട്. ഇന്നവിടെ തിരക്ക് കുറവാണ്. ഇന്ന് ഇവിടെ അമേരിക്കയിൽ സെപ്റ്റംബർ 1 ലേബർ ഡേ, തൊഴിലാളി ദിനം. നമ്മുടെ രാജ്യത്തൊക്കെ മെയ് 1 യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവിടെ അമേരിക്കയിൽ സെപ്റ്റംബർ 1. ഇന്ന് സെപ്റ്റംബർ 2 ഡേറ്റ്. സെപ്റ്റംബർ 1 ഇന്നലെ ഒരു ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് ഇന്ന് 2-ാം തീയതി ആയതുകൊണ്ട് അവധി ദിവസമാണ്. അതുകൊണ്ട് ആളുകളൊക്കെ ഒരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ശനി ഞായർ ഇന്ന് തിങ്കൾ ഉൾപ്പെടെ ദൂരെ യാത്രകളൊക്കെ പോയി അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ നടക്കുക, ഇച്ചിരി കൂടെ അങ്ങോട്ട് നടന്നിട്ട് ഞാൻ